ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങളുടെ ലവ് എനർജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലെ ഒരു മെയിൻ തീം എന്താണെന്നാണ്. സോ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടുമുട്ടുന്നത് ടു ദ നെക്സ്റ്റ് 30 ഡേയ്സിലേക്കുള്ള എനർജിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ആസ് ഓൾവേസ് നമുക്ക് 3 പയലാണുള്ളത്, പയൽ നമ്പർ 1, 2 and 3. സോ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്ലീസ് സെലക്ട് 1 പയൽ and let's see what is the love life going to be in the next 30 days. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ പൈൽ നമ്പർ 1ൻ്റെ നെക്സ്റ്റ് 30 ഡേയ്സിലേക്കുള്ള ലവ് മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 1. നിങ്ങളുടെ ഒരു 30 ഡേയ്സിലെ തീം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇത് ഒരു പുഷ് പുൾ ഡൈനാമിക് ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും ഇയാളുമായിട്ട്, നാളെ ഇയാൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് കാരണം തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഇയാളോട്, ഒരു കോ ഡിപ്പെൻഡൻസി ലെവലിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 30 ഡേയ്സിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അയാളുടെ സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നു, അയാൾ ആരെ ഫോളോ ചെയ്യുന്നു നോക്കുന്നു, ആ ഫോളോ ചെയ്തവരെ നിങ്ങൾ ഒന്നും കൂടെ ഫോളോ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡ്രാമ നെക്സ്റ്റ് 30 ഡേയ്സിൽ നടക്കും. സോ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് പാഷനുള്ള റിലേഷൻഷിപ്പാണിത്. രണ്ട് വ്യക്തികളും പിന്നെ പുഷ് പുൾ ഡൈനാമിക് ആണ്. ഇന്ന് രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കും, നാളെ രണ്ടുപേരും അടിയായിട്ട് പിരിഞ്ഞു പോകും, എന്നിട്ട് പരസ്പരം മിസ് ചെയ്യും, പിന്നെയും തിരിച്ചു വരും. കുറച്ച് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നു, പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. വളരെ നിങ്ങൾ ഇയാളെക്കുറിച്ച് അറിയാനായിട്ട് രണ്ടുപേരും വളരെ ക്യൂരിയസ് ആയിരിക്കും. സോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഈ 30 ഡേയ്സിൽ നിങ്ങളുടെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഈ കൺഫ്യൂഷൻ, ഈ കോ ഡിപ്പെൻഡൻസിയിൽ നിന്നൊക്കെ നിങ്ങൾ ഇച്ചിരി മാറി നിൽക്കണം. ഒരാളുമായിട്ട് നമുക്കൊരു അഡിക്ഷൻ വരാൻ പാടില്ല. മെന്റൽ പീസും മാക്സിമം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ഒരു ആളാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. സോ ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഫോർ പൈൽ നമ്പർ 2. ഓക്കെ, പൈൽ നമ്പർ 2 കുറച്ച് ഹെവി ആയിട്ടുള്ള റീഡിംഗ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഈ പൈൽ നമ്പർ 2ലുള്ള കുറച്ച് പേര് ഓൾറെഡി ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നവരാണ്. മേ ബി ഒരു ബ്രേക്കപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വരാത്തതിലുള്ള ഒരു സങ്കടമായിരിക്കാം. പക്ഷെ മെയിൻലി എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, അത് ദ മെയിൻ ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരാളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്, നൈറ്റ് മെയർസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇയാളെ കുറിച്ച് ആലോചിച്ച്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു എൻഡിങ് വരാൻ പോവുകയാണ്. അതിലൊരു ആക്ഷൻ, ഒരു പുഷ് സംഭവിക്കാൻ പോവുകയാണ്. ആ പുഷ് എന്ന് പറയുന്നത് ഡിവൈൻ പുഷാണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഒരു പുഷാണ്. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ സിംഗിൾ ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മേ ബി നിങ്ങൾ ഒരാളെ പരിചയപ്പെടും, അത് വർക്കാവില്ല, പിന്നെ അടുത്ത ഒരു ആളെ പരിചയപ്പെടും, വർക്കാവില്ല. ഏതോ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് നാളായിട്ട് സിംഗിളായിട്ട് നടന്നിട്ടുള്ള ഒരു സൈക്കിളായിരിക്കും. പക്ഷേ യൂണിവേഴ്സ് ഈ സൈക്കിളിന് ഒരു എൻഡിങ് കൊടുക്കാൻ പോവുകയാണ്, ഈ സൈക്കിളിന് ഒരു പുഷ് കൊടുക്കാൻ പോവുകയാണ്. ഇതിനൊരു എൻഡിങ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു വിഷമം, ലവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു വിഷമം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു മെന്റൽ കൺഫ്യൂഷൻ, ആ ഒരു സാഡ്നെസ്, അതിന് ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. അതും ഒരു ഹ്യൂജ് ചേഞ്ചാണ് വരുന്നത്. യൂണിവേഴ്സ് തന്നെ ആക്ഷൻ എടുത്ത്, അത് ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ നടന്നാൽ പോരാ എന്ന് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പുഷായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇഫ് യു സെലക്റ്റഡ് പൈൽ നമ്പർ 3, പൈൽ നമ്പർ 3 സെലക്ട് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മെയിൻ തീം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു ഹാർട്ട് ബ്രേക്ക്. ഇത് 2 കാറ്റഗറി ആൾക്കാരെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ക്രഷോ ഉണ്ടായിരിക്കും. അത് ഒരുപാട് നാളായിട്ട് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുണ്ട്. ഫൈനലി ആ ഒരു ഹാർട്ട് ബ്രേക്ക്, ആ ഒരു കൺഫ്യൂഷനിൽ ഒരു ക്ലാരിറ്റി വരികയാണ്. അപ്പോൾ ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു
പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പഴയ വ്യക്തി തന്നെ മോർ മച്ചുവർ ആയിട്ട് അല്ലെങ്കിൽ മോർ ഒരു റിയലൈസേഷൻ ആയിട്ടാണ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത്തവണ ഇവർ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വ്യക്തി വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഇതൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാം. ആൻഡ് ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് സംഭവിക്കുകയാണ്. നോ, നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തീം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻ, ആ ഒരു ലോൺലിനെസ്സിന് ഒരു ക്ലാരിഫിക്കേഷൻ വരികയാണ്. അത് ചിലപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ്. ഫൈനലി യു ആർ സോ ഷ്യൂർ. ഇത്രയും നാളും ഒരു കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാർട്ട്ണറാണ് വേണ്ടത്, നിങ്ങൾ ഏതൊക്കെ ബിഹേവിയേഴ്സ് സെറ്റിൽ ചെയ്യാൻ തയ്യാറല്ല, ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഈ ഒരു പുതിയ വ്യക്തി, നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്മാൻ ആയിരിക്കാം, ലീഡർഷിപ്പ് റോളിലുള്ള ഒരാളായിരിക്കാം. ഫിനാൻഷ്യലി ഇതിൻ്റെ ഒരു മെയിൻ ക്ലൂ എന്താണെന്ന് വെച്ചാൽ വരുന്ന ആള് ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിരിക്കും, ഒരു രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളല്ല. ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെയിൻ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, രണ്ട് വളരെ കോൺഫിഡൻ്റ് ആയൊരു വ്യക്തിയായിരിക്കും, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, സ്വന്തമായിട്ടൊരു വീടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എന്തോ ഉള്ള ഒരാളായിരിക്കും. പിന്നെ ഇതിലൊരു സ്മോൾ കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഇവർക്ക് ലെഗ് സംബന്ധമായ എന്തോ ഒരു കാലിൽ എന്തോ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളായിരിക്കും. ഇപ്പോൾ ഇയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഈ റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ, ഇത്രയും നാളായിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റേഷൻ ഈ ഒരു വ്യക്തിയായിരുന്നു, ഇവിടെ എനിക്കൊന്നും കൺഫ്യൂഷൻ ആവാനില്ല, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ലവിനെ കുറിച്ച് എനിക്കൊന്നും വേണ്ട, ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. ആ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. So that's all I have for today. I will see you in the next video.